നേതാക്കളുടെ ബി.ജെ.പി. പ്രവേശത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനവുമായി സമസ്ത മുഖപ്രസംഗം. ബി.ജെ.പിയിലേക്കുള്ള ഒഴുക്ക് തടയാൻ രൂപീകരിച്ച 5-അംഗ സമിതിയുടെ അധ്യക്ഷൻ തന്നെ ബി.ജെ.പിയിലേക്ക് പോയി. ജനാധിപത്യവും മതേതരത്വവും പിന്തുടരുന്നവരുടെ പ്രതീക്ഷകൾ കെടുത്തിക്കളയുന്നതാണ് കൂടുമാറ്റം എന്നാണ് പേടിപ്പിക്കുന്ന കൂടുമാറ്റം എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗത്തിലുള്ളത്. കോൺഗ്രസിൽ നിന്ന് CPIM-ലേക്കോ തിരിച്ചോ ആയിരുന്നു പോക്കെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നുവെന്നും മുഖപ്രസംഗത്തിൽ പരാമർശമുണ്ട്. വിശദാംശങ്ങളുമായി ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. ദീപക്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഒരു മുഖപ്രസംഗത്തിൽ ഒരുപാട് രാഷ്ട്രീയം പറയുന്നുണ്ട്. അത് കോൺഗ്രസിൽ നിന്ന് CPIM-ലേക്കോ തിരിച്ചോ ആണെങ്കിൽ പ്രശ്നമില്ല എന്നുള്ള കാര്യം വരെ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, സ്മിത, വെരി ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പിന്റെ ചൂട് ഏറുന്ന ഒരു ഘട്ടത്തിൽ ഈ സമസ്ത മുഖപത്രത്തിന്റെ സുപ്രഭാതത്തിന്റെ ഈ മുഖപ്രസംഗത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പേടിപ്പിക്കുന്ന കുടമാറ്റം എന്ന തലക്കെട്ടിലാണ് ഈ മുഖപ്രസംഗത്തിൽ അത്യന്തം ദുഃഖകരമാണ് കോൺഗ്രസ് നേതാക്കൾ കൂടുമാറി പോകുന്നത്, BJP-യിലേക്ക് ചേക്കേറുന്നത് എന്ന് പറയുന്നു. ഇത് പേടിപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ജനാധിപത്യ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതീക്ഷയറ്റുപോകലാണ് എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് AICC ഈ കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് പോകുന്നതിന് ബീഹാറിൽ നിന്നുള്ള അവരുടെ MLA-യും AICC സെക്രട്ടറിയെയും അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു സമിതി വെച്ചിരുന്നു. ആ സമിതിയുടെ അധ്യക്ഷൻ കൃത്യം 1 വർഷം തികയുമ്പോഴേക്കും BJP-യിലേക്ക് പോകുന്ന സാഹചര്യം. ഇപ്പോൾ കേരളത്തിൽ നിന്നും നിരവധി കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കാം പെട്ടെന്ന് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വേളയായിട്ടും കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരു എഡിറ്റോറിയലിന് തയ്യാറായത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പാരമ്പര്യം പേറുന്നവർ നിർലജ്യം BJP-യിലേക്ക് ചേക്കേറുന്നു എന്ന് പറയുന്നു. മറ്റൊരു വലിയ സൂചന നൽകുന്നത് കോൺഗ്രസിൽ നിന്നും CPIM-ലേക്കോ തിരിച്ചോ ആയിരുന്നു ഈ കൂടുമാറ്റമെങ്കിൽ അത് പേടിക്കേണ്ടിയിരുന്നില്ല എന്നുകൂടി പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ കൃത്യമായി അതിരൂക്ഷമായി വിമർശിക്കുക തന്നെയാണ് സമസ്ത മുഖപത്രത്തിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് നാളുകളായി സമസ്തയുടെ നിലപാടുകൾ, ജെഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസംഗങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴറിയാം, പതിവ് പോലെ കോൺഗ്രസിനെ അല്ലെങ്കിൽ ലീഗിനെ UDF-നെ ചേർത്ത് പിടിക്കുന്ന സമീപനമല്ല, നിശിതമായി വിമർശിക്കുന്ന നിലപാടാണ് കഴിഞ്ഞ കുറച്ചു കാലമായി എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായി വേണം നമുക്ക് ഇപ്പോൾ ഈ അതിരൂക്ഷമായ വിമർശനം നടത്തുന്ന എഡിറ്റോറിയലിനെ കാണാൻ. സ്മിത, ക്രിസ്റ്റീന. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.